സീസൺ 6 എപ്പിസോഡ് 49. 49 ദിവസം. എന്റെ പൊന്നെ, സമ്മതിക്കണം അല്ലേ? ഇത്ര ദിവസമൊക്കെ അതിനകത്ത് എങ്ങനെ ഈ 49 ദിവസം എങ്ങനെ പോയെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ചുമ്മാ കുറെ ആവശ്യമുള്ള നല്ല ഗെയിമുകളൊന്നും അവിടെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു 100 ദിവസമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പരിപാടി. അതിന്റെ പകുതിയായിട്ടും നല്ല ഒരു ഗെയിം ഒന്നും നമുക്കിതിനായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ജബ്രികളുടെ കുറെ കലാകൊലപാതക പരിപാടികൾ, അതിൻ്റെ ഇടയ്ക്കുള്ള ജിൻഡോ ചേട്ടന്റെ കുറച്ച് പരിപാടികൾ, ഇതൊക്കെ അവിടെ പ്രത്യേകിച്ച് കാണാനുള്ളല്ല. വലിയ മറ്റേ ഗുമ്മൊന്നും പറയാനായിട്ടുള്ള ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ പുതിയ ന്യൂസ് ഒക്കെ വരുന്നുണ്ട്, ബിഗ് ബോസ് നിർത്തി എന്നുള്ളതൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ 50-ാം ദിവസം നാളത്തെ എപ്പിസോഡും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും 1-2 എപ്പിസോഡൊക്കെ കാണത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് പരിപാടി മിക്കവാറും നിൽക്കും എന്നൊക്കെ പറയുന്നു. ഊഹാപോഹങ്ങൾ സംഭവങ്ങൾ വരുന്നുണ്ട്. നമ്മളെന്തായാലും ഈ എപ്പിസോഡ് ഉള്ള ദിവസം വരെ നമ്മൾ റിവ്യൂ ചെയ്യും. നമ്മുടെ പണിയും കൂടെ അതാണല്ലോ, അതുകൊണ്ട് അത് ചെയ്യും. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡിനകത്ത് വലിയ മറ്റേ ഗംഭീരമായിട്ട് ആരെ ഇട്ട് നമുക്ക് ചവിട്ടിക്കൂട്ടാനൊന്നും ഇല്ല. വലിയ പരിപാടിയൊന്നും നടന്നിട്ടില്ല. എന്തായാലും ലാലേട്ടൻ വരുന്നുണ്ട്. നമ്മുടെ സിജോയെ ഒരു ഗ്യാപ്പിന് ശേഷം ലാലേട്ടൻ കാണുന്നതാണ്. സിജോ നമ്മുടെ ഹൗസിലേക്ക് വന്നിട്ടുള്ള ലാലേട്ടന്റെ ആദ്യത്തെ ഒരു സാറ്റർഡേ ആണ്. സോ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് സിജോയുടെ. ഇവിടെ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ആർക്കെങ്കിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറച്ച് ക്ലീശേ പരിപാടികൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചു വന്നിട്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ, മാനസികമായിട്ട് പ്രശ്നം, നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ പറ്റാതെ വരാറുണ്ടോ, ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരു കൂട്ട് വേണോ സംസാരിക്കാൻ, അങ്ങനെയുള്ള കുറച്ച് ടോക്കുകളൊക്കെ വരുന്നു. ആ ഒരു ടോക്ക് വരുത്താനുള്ള കാരണം നമ്മുടെ രതീഷ് അണ്ണനെ അതിനകത്തോട്ട് കയറ്റാൻ. അതിലപ്പോ ജിൻഡോ അടുക്ക ചോദിക്കുന്നുണ്ട്, ജിൻഡോ അടുക്കൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ജിൻഡോയ്ക്ക് തല ചായ്ക്കാൻ ഒരു തോളില്ല എന്നുള്ള ഒരു സാധനമൊക്കെ തോന്നുന്നുണ്ടോ, ആരെങ്കിലും കൂട്ട് വേണോ എന്നുള്ളൊരു സാധനമൊക്കെ പറഞ്ഞ് ജിൻഡോനെ നേരെ കൺഫെഷൻ റൂമിലേക്ക് വിടുന്നു. അവിടെ മറ്റേ മുഖം മൂടിയൊക്കെ ഇട്ട് അവിടെ രതീഷ് ഇരിപ്പുണ്ട്. പുറത്തേക്ക് കൊണ്ടുവരുന്നു. മുഖം മൂടിയൊക്കെ മാറ്റുമ്പോഴത്തേക്ക് രതീഷ് എല്ലാവർക്കും മറ്റേ ഹായ് ഹൂ ഹൂ എന്നുള്ളൊരു പരിപാടിയൊക്കെ കാണിച്ച്, ജാസ്മിനൊക്കെ ആണെങ്കിൽ ഓട്ടി വന്ന് കെട്ടിപ്പിടിക്കുക, ഓട്ടി വന്ന് ചാട്ടിക്കേറി. ഞാൻ വിചാരിച്ച അവളുടെ ഓട്ടം കണ്ടപ്പോഴത്തേക്ക് ചാട്ടിക്കേറി നമ്മുടെ രതീഷ് അണ്ണന്റെ തോളത്ത് കയറി ഇരിക്കുമായിരിക്കുന്നു. അതേ കണക്കത്തെ മറ്റേ സന്തോഷമൊക്കെ അവളുടെ മുഖത്ത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സന്തോഷമൊന്നും അല്ല, അവൾക്ക് കിട്ടേണ്ട സ്പേസ് അവൾ യൂട്ടിലൈസ് ചെയ്യുന്നു, അത്രേ എനിക്ക് തോന്നാറുള്ളൂ. അല്ലാതെ അവളുടെ കാര്യത്തിൽ എനിക്ക് മറ്റേ മനസാക്ഷി, മനുഷ്യത്വം അങ്ങനത്തെ ഒരു സാധനവും അവളുടെ അടുക്ക ഇല്ല. കാരണം അത് അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ, അല്ലെങ്കിൽ അതുള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ അഭിനയമാണ് അതൊക്കെ, കിട്ടുന്ന സ്പേസ് യൂസ് ചെയ്യാൻ. അപ്പോ നമ്മുടെ രതീഷ് മുഖം മൂടിയൊക്കെ മാറ്റി കഴിയുമ്പോഴത്തേക്ക് ജാസ്മിൻ വന്ന് കെട്ടിപ്പിടിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അറിയാലോ, ജിൻഡോ ചേട്ടൻ വന്ന് കെട്ടിപ്പിടിക്കുന്നു, കരച്ചിൽ പിഴിച്ചിൽ. എന്തായാലും അങ്ങനെയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ ജിൻഡോ നമ്മുടെ ഒരു ക്വിസ് പരിപാടി ലാലേട്ടൻ അങ്ങോട്ട് ഇറക്കും. ചുമ്മാ ഒരു പേരിനുള്ള ഒരു ക്വിസ്. നമ്മളെ മറ്റേ എന്താ അതിന് പറയുന്ന, ഒരു വലിയ കാര്യത്തോടുള്ള ഒരു ക്വിസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ജനറൽ നോളജ് ഒന്നും തള്ളുന്ന ക്വിസ് ഒന്നും അല്ല, എന്നാൽ ചെറിയ രീതിയിൽ ജനറൽ നോളജുമുള്ള ക്വിസ് ആണ്. അങ്ങനെയൊക്കെ പറയാം, ഒരു 50-50 അങ്ങനത്തെ ഒരു സാധനം അവിടെ പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാധനം കളിക്കുന്നതിന്റെ ഇടയ്ക്ക് ശ്രീതുവിന്റെ അടുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ച എന്താണെന്നറിയാവോ, ലാലേട്ടൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ടീമിന്റെ അതിന്റെ ഡയറക്ടറൊക്കെ പറഞ്ഞിട്ടായിരിക്കും ലാലേട്ടൻ അതിനകത്ത് പല കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഗെയിം ഒക്കെ കളിക്കുമ്പോഴത്തേക്ക് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ചിന്തിച്ച് അതിനകത്ത് ആരോട് ചോദ്യം ചോദിക്കണമെന്ന് തീരുമാനിച്ചൂടെ? ശ്രീതു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എടുക്കുക, അവർക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മലയാളം പോലും അറിയത്തില്ല. അവളുടെ അടുക്ക ചെന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് കണക്ക് മാഷ്, ഒരു കോമിക് ക്വസ്റ്റ്യൻ ആണ്. കണക്ക് മാഷ്, ഒരു ക്ലാസ്സിൽ ഒരു കണക്ക് മാഷ്, ആ കണക്ക് മാഷിന്റെ അടുക്ക 2 പെൺകുട്ടികളുണ്ട്, എന്താണ് ആ പെൺകുട്ടികളുടെ പേര് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്ദു രേഖ. അതായത് നമ്മൾ കണക്കിന് പറയുമല്ലോ, ബിന്ദു രേഖ എന്നൊക്കെ വരയ്ക്ക് നമ്മൾ പറയും. അപ്പൊ ആ ഒരു സാധനമാണ് ഇത്. മലയാളം അറിയാവുന്നവരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വട്ടം കറങ്ങും. അപ്പൊ ഇത് പോയിട്ട് ഒരു മലയാളം അറിയാത്ത ഒരു കുട്ടിയോട് ഇത് ചോദിക്കുന്ന ചോദ്യം കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞോണ്ടല്ലോ, ഞാൻ വിചാരിച്ചു ലാലേട്ടൻ എന്ത് പറ്റി, എന്താ ലാലേട്ടന്റെ കുഴപ്പം? വേറെന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ ഉണ്ട്. കണക്ക് മാഷിന്റെ കൂടെയുള്ള 2 പെൺപിള്ളാരുടെ പേരെന്താ, ബിന്ദുവിന്റെ രേഖ. അത് അപ്പുറം ഉത്തരം വേറെ ആള് പറഞ്ഞു കൊടുത്തിട്ട് പോലും മനസ്സിലാകുന്നില്ല നമ്മുടെ ശ്രീധുവിന്. കാരണം അവർക്ക് അറിയത്തില്ല എന്താണ് ഈ ബിന്ദു രേഖ എന്നൊക്കെ. എന്താണ് ലാലേട്ടൻ അവിടെ കാണിക്കുന്നതെന്നൊക്കെ എനിക്ക് ആ ഒരു നിമിഷം തോന്നിപ്പോയി കേട്ടോ. പിന്നെ മറ്റേ കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു ഗെയിമിന്റെ പരിപാടി, നമ്മുടെ മറ്റേ ഒരു വെസ്റ്റ് ഒക്കെ ധരിച്ചിട്ട് മറ്റേ പുറകിൽ ഒട്ടിച്ചു വെക്കുന്ന ഒരു സാധനം ഇങ്ങനെ എറിഞ്ഞ് ഒട്ടിക്കുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ. ജിൻഡോയും നമ്മുടെ ശരണ്യൊക്കെ ഉരുണ്ട് പടച്ച് വീണ്, ജിൻഡോ മറ്റേ നമ്മുടെ ഗബ്രിക്കുട്ടനെ പിടിച്ച് ഞെരുക്കി, ഋഷിയെ പിടിച്ച് ഞെരുക്കി, ഗബ്രിക്കുട്ടൻ മുഖം പിടിച്ച് ജിൻഡോയുടെ മുഖം പിടിച്ച് വലിച്ചു ഉരുണ്ട് പടച്ച് വീഴുന്നു. ഈ ഒരു പരിപാടി നമ്മൾ കണ്ടു. അപ്പൊ ആ ഒരു ഗെയിമിനെ പറ്റി ലാലേട്ടൻ അവിടെ ചോദിക്കുന്നുണ്ട്. വലുതായിട്ടൊന്നും അതിനകത്തൊന്നും ലാലേട്ടൻ പറയാൻ നിന്നില്ല കേട്ടോ.
ജസ്റ്റ് അതിനകത്ത് ആ അന്ന് നടന്ന ഒരു ഗെയിം ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗെയിം കാണിച്ചത് റിപ്പീറ്റ് അടിച്ചു കൊടുത്തോണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, അവിടെ ഗബ്രി തള്ളിയത് വെറും തള്ളലായിരുന്നു, വെറും കള്ളത്തരം. അതെന്നിട്ട് ലാലേട്ടൻ ചോദിച്ചു പോലുമില്ല. എനിക്കതാ മനസ്സിലാവാത്ത, ലാലേട്ടൻ എന്താണ് കുറെ കാര്യങ്ങളൊക്കെ അങ്ങ് വിഴുങ്ങി കളയുന്നത്. ഗബ്രിയോടെ പറയുന്നുണ്ട്, ഗബ്രി പിടിച്ച് മുഖം, ഗബ്രിക്ക് ശ്വാസം മുട്ടിയപ്പോഴത്തേക്ക് ജിൻഡോടെ മുഖം ഇങ്ങനെ പിടിച്ചിട്ട് തള്ളുമായിരുന്നു. നല്ല വ്യക്തമായിട്ട് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഞാൻ ശ്രദ്ധിച്ചു, ജിൻഡോടെ മുഖം പിടിച്ച് വലിച്ച് നമ്മുടെ ഗബ്രിയുടെ പുറത്തേക്ക് വീഴ്ത്തുമായിരുന്നു, വലിച്ചിടുമായിരുന്നു. ആ ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നുണ്ട്. അതിപ്പോ ഒരു 2 മിനിറ്റ് മുന്നേ ഗബ്രി അങ്ങനെ അല്ലാന്ന് പറഞ്ഞ വീഡിയോ കാണിച്ചപ്പോ അങ്ങനെ കണ്ടു. എന്നിട്ട് പോലും ലാലേട്ടൻ അതൊന്നും ചോദിക്കുന്നില്ല. ജാസ്മിന്റെയും ഗബ്രി എടുക്കൽ ഒരു പരിധി വിട്ട് ഒന്നും ചോദിക്കുന്നില്ല. അപ്പൊ ഈ ഒരു ഗെയിം കഴിയുമ്പോഴത്തേക്ക് എന്ന് വെച്ച് ജാസ്മിനോട് തീരെ ചോദിക്കുന്നില്ല, ജാസ്മിനോട് ഒരു കാര്യവും ചോദിക്കുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പൊ അതിന് മുമ്പായിട്ട് ഈ ഒരു ഗെയിമിന്റെ പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻ നമ്മുടെ ശ്രീരേഖയാണ്. അപ്പം ശ്രീരേഖ അല്ല, ശ്രീതു. അപ്പൊ ശ്രീതു എങ്ങനെ ഉണ്ടായിരുന്നു ഈ ആഴ്ചത്തെ ഒരു ക്യാപ്റ്റൻ, എങ്ങനെയുണ്ട്? ശ്രീതുവിനോട് തന്നെ ഫസ്റ്റ് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ശ്രീതു ചെയ്തു ശ്രീതുവിന് തോന്നുന്നു. ശ്രീതു പറഞ്ഞു ശ്രീതുവിന് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു. ബാക്കി പിന്നെ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നുണ്ട്, ഒരാൾ പോലും ശ്രീതുവിനെ നെഗറ്റീവ് പറഞ്ഞില്ല. എല്ലാവർക്കും ശ്രീതുവിന്റെ ക്യാപ്റ്റൻസി ഇഷ്ടപ്പെട്ടു. പേഴ്സണലി പറഞ്ഞാൽ എനിക്കും ഇഷ്ടപ്പെട്ടു. ശ്രീതു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാ കാര്യത്തിലും ഓടി നടന്ന് എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ശ്രീതുവിനെ നമുക്ക് ഈ ആഴ്ച കാണാൻ പറ്റി. ശ്രീതു മുൻപ് അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഈ ആഴ്ച എല്ലാവരുമായിട്ട് ശ്രീതു ഇന്ററാക്ട് ചെയ്യുന്നത് കണ്ടു. സോ അത് തന്നെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ആ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ആരാണ് എന്നുള്ള ഒരു പരിപാടിയായിരുന്നു. തെരഞ്ഞെടുക്കാനുള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി സെലക്ട് ചെയ്ത് വെച്ച 3 പേരുണ്ടായിരുന്നു. അഭിഷേക്, നമ്മുടെ നോറ, പിന്നെ റസ്മിൻ ഭായ്. ഇവരെ 3 പേരെയും വെച്ചൊരു ഗെയിം അവിടെ കളിപ്പിക്കുന്നുണ്ട്. ഗെയിം കഴിയുമ്പോഴത്തേക്ക് റസ്മിൻ ഭായ് ആ ഒരു ഗെയിമിൽ ജയിക്കുന്നു, അടുത്ത ക്യാപ്റ്റൻ ആകുന്നു. മാക്സിമം നോറ ജയിക്കണം എന്നുള്ളൊരു സാധനത്തിൽ നോറ കൊള്ളാം കേട്ടോ. നോറ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പൊളിയാവുന്നുണ്ട്. നോറയുടെ ഗെയിം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവളെ ഇടയ്ക്ക് നമുക്ക് പൊളിഞ്ഞെങ്കിലും ഇടയ്ക്ക് പൊളിയും. അത് നമ്മുടെ ഓരോ ദിവസവും ഓരോ ഗെയിമുകൾ വരുമ്പോഴും ഓരോ ആൾക്കാരുടെ ചേഞ്ച് വരുന്ന, അവരുടെ ക്യാരക്ടർ മാറുമ്പോൾ നമുക്ക് അവരോടുള്ള സ്നേഹം കൂടുകയും കുറേയൊക്കെ സംഭവിക്കും. സോ ഇപ്പൊ എനിക്ക് കുറച്ചായിട്ട് നോറ എന്ന് പറയുന്ന വ്യക്തി ഷീസ് അവിടെ ഉള്ളതിനകത്ത്, ആ ഒരു കൂട്ടത്തിലുള്ളതിനകത്ത് കറക്റ്റ് പോയിന്റുകൾ പറഞ്ഞ് കറക്റ്റ് ഗെയിം മുന്നോട്ടൊരു നല്ല ഗെയിമുമായിട്ട് മുന്നോട്ട് പോകുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് നോറയായിട്ടേ തോന്നുള്ളൂ. നോറയാണ് അവിടെ. നമ്മുടെ കയറിപ്പോയി വലിയ മറ്റേ പുറത്തിരുന്ന് കാറിലും ഒക്കെ ഇരുന്ന് കഥ പറയുന്ന സായി ചേട്ടന്റെ പോലും ഗെയിം അവിടെ ആർക്കും മനസ്സിലാവുന്നില്ല, പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കുകയാണ്. കുറച്ച് ഗെയിം കഴിയുമ്പോഴത്തേക്ക് പുറത്ത് വന്ന് ഗെയിം കളിക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് തോന്നുന്നു സായി ചേട്ടൻ ഇരിക്കുന്നത്. അത് സായി ചേട്ടൻ കളിക്കുന്ന ഒരു മണ്ടൻ ഗെയിമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. കാരണം ഇപ്പം ഈ ഒരു പരിപാടി നിൽക്കുകയാണെങ്കിൽ, നിർത്തിക്കളയുകയാണെങ്കിൽ, ഇത്രയും ദിവസം സായിച്ചേട്ടനോട് ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പട്ടി വില സായിച്ചേട്ടന് കിട്ടത്തുള്ളൂ. സത്യം പറയാലോ. കാരണം കാരണത്തിരുന്ന് മറ്റേ തള്ളി മറിച്ചിട്ട് എല്ലാവരുടെയും ക്യാരക്ടറിനെ വെച്ച് പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് ഇത്രയും ദിവസമായിട്ട് ഒരു തേങ്ങയും ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിയുടെ ഗെയിം, ഞാൻ പറഞ്ഞില്ല, പുള്ളിയുടെ ഗെയിം അതായിരിക്കും. കുറച്ചും കൂടെ ആൾക്കാർ പോയി കഴിയുമ്പോൾ പുള്ളിക്ക് ഒരു സ്പേസ് കിട്ടുമ്പോൾ വന്ന് ഗെയിം അങ്ങ് പൊളിക്കാന്ന് വിചാരിച്ചായിരിക്കും. പക്ഷെ അതാ ഈ ഒരു സന്ദർഭത്തിൽ അത് ചേട്ടന് തന്നെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ പോയിന്റ് ചെയ്ത് വെച്ചോ, ഇതായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്. 100% ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ചേട്ടൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. പുറത്തു വന്നിനി വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ചേട്ടൻ പറയാൻ പോകുന്ന കേസ് ഇതാണ്, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ മുട്ടൻ ഗെയിമുമായിട്ട് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുമായിരുന്നു എന്നൊക്കെ തള്ളിയേക്കാം. അപ്പം അത് തള്ളുന്നതിന് മുന്നേ ഞാൻ കാര്യം പറഞ്ഞു, ആ ഒരു തള്ളലിനുള്ള ഒരു മറുപടിയാണിത്. അങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ പണി കിട്ടാൻ പോകുന്ന പോലെ ഇതിന് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അണ്ണാക്കി കെട്ടി കേട്ടോ. അപ്പൊ അടുത്ത ക്യാപ്റ്റനൊക്കെ ആവുന്നുണ്ട്. ക്യാപ്റ്റനൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ലാലേട്ടൻ നമ്മുടെ ജിൻഡോയും ജാസ്മിനും ഒന്ന് എണീപ്പിച്ച് ചേർത്തു. എന്നിട്ട് ഡെൻ റൂമിനെ പറ്റി ഒന്ന് ചോദിക്കും. അതായത് വൃത്തികേടിന്റെ അങ്ങേ അറ്റത്തിൽ കിടക്കുകയാണ് ആ റൂം. നമ്മുടെ അൻസിബ എണീക്കുന്നുണ്ട് ആ ടീമിലുള്ള. അതായത് ജിൻഡോ, അൻസിബ, ജാസ്മിൻ ആണല്ലോ ഒരു ടീം. അതിനകത്ത് ജിൻഡോയും നമ്മുടെ ജാസ്മിനും പിന്നെ ഓക്കെ ആയിട്ട് അങ്ങ് പോകും. അൻസിബയും ജാസ്മിനും കണ്ണ് കണ്ട പൊട്ടല. അത് അൻസിബ അതിനകത്ത് ജാസ്മിനെ കുറിച്ച് പറയുന്നതിനകത്ത് ഒരു 90% ശരിയുണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസത്തെ കിച്ചൺ കേസിലാണെങ്കിൽ അവൾക്ക് പണിയെടുക്കാനൊന്നും കഴിയത്തില്ല, ചുമ്മാ എന്ത് പുട്ടടിക്കണം, അത്രേ ഉള്ള അവളുടെ ഒരു മൈൻഡ്. അതിനുവേണ്ടി അവൾ എന്ത് കാണിക്കും? അതൊരു ഗെയിം കളിച്ചോ മോളെ നീ ജാസ്മിനെ, നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ. പക്ഷെ ഈ തിന്നാൻ ഉള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അതിനുവേണ്ടി ഒരു പണിയെടുക്കാതെ പോയി തിന്നായിരിക്കുന്നത് ഇച്ചിരി നാണംകെട്ട പരിപാടി തന്നെ. അതൊരു വലിയ ഗെയിമായിട്ടൊന്നും ഇവിടെ പുറത്ത് ആരും കണക്കാക്കത്തില്ല. ഓക്കെ, അത് നിന്റെ ക്വാളിറ്റി, നിന്നെ എഴുതി തള്ളത്തെ ഉള്ള ആളുകൾ നിന്റെ മറ്റേ കാലെടുത്ത് വായിക്കേറ്റി നഖം കടിച്ചു കളയുന്നതൊക്കെ നമ്മൾ കണ്ടതാ. ആ ഒരു അത്ര തറയാണ് നീ. കഴിക്കാൻ പോലും നിനക്ക് വയ്യ. ആരെങ്കിലും വായിക്കാത്ത മറ്റേ ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാന്നുള്ളൊരു മൂടാണെന്ന് തോന്നുന്നു അവളുടെ. കൊള്ളാം എന്തായാലും മോളുടെ കാര്യം. അവളുടെ വൃത്തികേട് ഇന്ന് വൃത്തിയെ കുറച്ചുകൂടെ ലാലേട്ടൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു ഈ വൃത്തിയെ പറ്റിയുള്ള സംസാരം നിർത്താൻ. എന്നിട്ട് ഈ ആഴ്ച ലാലേട്ടൻ വന്നിട്ട് കാണിച്ചത് ഇതാണ്. ലാലേട്ടന്റെ കുറച്ച് മിസ്റ്റേക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ വന്നിട്ട് ആ ഒരു വൃത്തികേടായി കിടക്കുന്ന റൂം ഇത്തിരി വൃത്തിയാക്കി ഇട്ടൂടെ ജാസ്മിൻ എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. അൻസിബ വെച്ച് കൊടുക്കുന്നുണ്ട്.
അൻസിബ പറയുന്നുണ്ട് അതിനകത്ത് പകുതിയും വൃത്തികേടാക്കിയിട്ടേക്കുന്ന ജാസ്മിനാണ്. അപ്പൊ അൻസിബ മറ്റേ അത് ജിൻഡോയുടെ ഡ്രസ്സും കൂടെ ഉണ്ടല്ലോ, അല്ല അൻസിബ അല്ല ജാസ്മിൻ, അപ്പോഴേ കൊടുത്തു ജിൻഡോയുടെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ നിന്റെയാണ് അതിനകത്ത് കിടക്കുന്ന പകുതി മുക്കാലും എന്ന്. ഒരു വൃത്തിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ. ഇവളുടെ മറ്റേ ഉള്ള ആളെന്തായാലും പോയി പുറത്തുള്ളവൻ. ഇനി ഇവക്ക് പുതിയൊരു മാപ്പിളയൊക്കെ വരും, എനിക്കറിയാൻ പാടില്ല. ഇത്തിരി മറ്റേ എങ്ങനെ ഇതിനെയൊക്കെ കെട്ടും. ഒരു കിസ്സടിക്കേണ്ട വായിക്കാത്ത അവളുടെ കാലും കുത്തി വെച്ച് നഖം കടിച്ചു കളയുന്ന ഇവളെയൊക്കെ എന്താ പറയണ്ടേ ഇവളെയൊക്കെ. ഞാൻ പച്ചക്കങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇതല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കാര്യത്തിൽ നടക്കുന്നത്. ഇത്രയും വൃത്തിയില്ലാത്ത ഒരു സ്ത്രീയോ ഞാൻ അടുത്തങ്ങും കണ്ടിട്ടില്ല. കുളിയൊക്കെ അവൾക്ക് 2 ദിവസം തോന്നുമ്പോൾ കുളിക്കാം, അതൊക്കെ അവളുടെ ഇഷ്ടം. ഫുഡ് ഉണ്ടാക്കാൻ അവൾക്ക് വയ്യ. തുണി അവളുടെ റൂമിൽ കിടക്കുന്ന ഡ്രസ്സും തേങ്ങകളും ഒന്നും അടുക്കി വെക്കാൻ അവൾക്ക് വയ്യ. അവളുടെ കാല് വായിക്കാത്ത എന്ത് ജന്മമാണോ. ഇതിനേക്കാളും നല്ല റോട്ടിൽ കൂടെ നടക്കുന്ന മറ്റേ തെരുവട്ടികളില്ലേ, എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചും കൂടെ വൃത്തിയും മെനയൊക്കെ ഉണ്ട് കേട്ടോ. 2 ദിവസം പോകുമ്പോൾ അവർ ചെളിവെള്ളത്തിലാണെങ്കിലും പോയി കുളിക്കും. ഇത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്തായാലും ഇതൊക്കെയാണ് ഇന്ന് നടന്നത്. നാളെ ഒരാളെ തട്ടി വെളിക്കളയുമെന്നാണ്, എവിക്ഷൻ കാണും എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് ജിൻഡോയും ജാസ്മിനും അതിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. ഈ ആഴ്ച മിക്കവാറും എവിക്ഷൻ കാണുമോ, ആരെങ്കിലും പുറത്താക്കുമോ നോക്കാം നമുക്ക് നാളത്തേക്ക്. എനിക്ക് അങ്ങനെ വലിയ, കാരണം ജിൻഡോയൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയെ അങ്ങനെ പുറത്താക്കുമോ? പുറത്ത് ജനങ്ങൾ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജിൻഡോയെ അടിച്ചു വെളിയാക്കും എന്ന് എനിക്കൊരു സംശയം എന്തോ. പിന്നെ ജാസ്മിനെ എന്തായാലും ബിഗ് ബോസ് ഇറക്കി വിടാൻ ചാൻസ് ഇല്ല, മാമന്റെ മോളാണല്ലോ.